എന്റെ മുമ്പിലേക്ക് നിന്നെയൊക്കെ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. എന്റെ മുമ്പിൽ നിന്നെയൊക്കെ ഞാൻ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. ഓർത്തു വെച്ചോടാ ചെറുപ്പക്കാരാ. അത് പ്രായമുള്ള വാപ്പയാകട്ടെ, ചെറുപ്പക്കാരാകട്ടെ, ഉമ്മയാകട്ടെ, മകളാകട്ടെ, വഅദ് പറയുന്ന സിറാജാകട്ടെ, അല്ലാഹു എല്ലാവരോടും പറയുകയാണ്, നീ എവിടെ പോയാലും ഒരു ദിവസം നിന്നെ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും, സൂക്ഷിച്ചോ നീ. അന്ന് അല്ലാഹു പറയുകയാ, ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നത് എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാ. കഠിനമായ ശിക്ഷ, ഭയാനകമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറയുമ്പോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന് പാരായണം ചെയ്തിട്ട് നിസ്കരിക്കണേ മക്കള്. 5 വഖത്ത് നിസ്കരിക്കണേ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണേ. പെങ്ങന്മാരെ ഔറത്ത് മറയ്ക്കണേ, നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണേ. നിങ്ങൾ ഇങ്ങനെ മോശമായ ജീവിതം നയിക്കരുത് എന്ന് ഖുർആനിന്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞു തരുമ്പോ, കളിയാക്കുന്നവരെ, പരിഹസിക്കുന്നവരെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്തവൻ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ, വമൻ അളിമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അറള അൻഹാ. അല്ലാഹു പറയുന്നു, അല്ലാഹു പറയുകയാ, ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. ഭയാനകമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വച്ചിരിക്കുകയാ. ഭയാനകമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വച്ചിരിക്കുകയാ. നാളെ നാണം കെടുത്തുന്ന രീതിയിൽ അല്ലാഹു കൊണ്ടുവരികയാണ്. നാളെ നാണം കെടുത്തുന്ന രീതിയിൽ അല്ലാഹു കൊണ്ടുവരികയാണ്. വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന് പരിഗണിക്കാത്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻഖാ ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അല്ലാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ എന്താ? കള്ള് കുടിക്കുന്നവന്റെയല്ല, വ്യഭിചരിക്കുന്നവന്റെയല്ല, വൃത്തികെട്ടവന്റെയല്ല, ശിർക്ക് ചെയ്യുന്നവന്റെ ശിക്ഷയല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാത്തവന്, ആ ഖുർആനിനെ അവഗണിക്കുന്നവന്, ആ ഖുർആനിനെ നിസാരമാക്കുന്നവന് അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ എന്താ? വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻഖാ. ഒന്ന്, അവന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു കാലത്തും ഹിദായത്തിന്റെ വെളിച്ചം കേറൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2, നീ നടന്നോ, നീ നല്ലതുപോലെ നടന്നോ, ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. അല്ലാഹു പറയുന്നു, നിനക്ക് വേണ്ടത് മൊത്തം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭയാനകമായ ശിക്ഷ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു നമുക്ക് തരും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3, മൂന്നാമത്തത് വ്യക്തമായി കേൾക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇരിക്കുന്ന ആൾക്കാരോടൊക്കെ ചോദിക്കുന്നു, ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും പറയുന്ന മറുപടി, ഉസ്താദെ വളരെ പ്രയാസമാണ്, സാമ്പത്തികമായി തകർന്നു, സാമ്പത്തികമായി തകർന്നു. ഇൻഷാ അല്ലാഹ് ഇത് കൊടുക്കുന്നുണ്ടല്ലോ. സാമ്പത്തികമായി തകർന്നു. നല്ല കച്ചവടമായിരുന്നു ഉസ്താദെ, കച്ചവടമൊക്കെ പോയി. ഭർത്താക്കന്മാരൊക്കെ നല്ല കാശായിരുന്നു, മന്തിയും നെഹദിയും മഹദിയും ഒക്കെ തിന്നോണ്ട് നടന്നതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുബൂസും വെള്ളമായോ? പടച്ചവനെ, ഇങ്ങനെയായിരുന്നു, സ്വർണ്ണ വിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചിരുന്നല്ലേ നീയൊക്കെ. ഇപ്പൊ എന്തു പറ്റി?
എല്ലാവരും പറയുന്നു ഉസ്താദ് ആരോ കൂടോത്രം ചെയ്തെന്ന മുട്ട കുഴിച്ചിട്ടൊന്നുമല്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാം പോയി, കച്ചവടവും പോയി, കാശും പോയി, ഇപ്പൊ കൊത്തുവാളെ എടുത്തു. എന്തേ കാരണം? ചില ഉസ്താദിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ചോദിക്കും, ഉസ്താദെ കന്നിമൂലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോന്ന്. കന്നിമൂലയ്ക്ക് ഒരു കുഴപ്പമില്ല താത്ത, അള്ളാഹു നിനക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉസ്താദെ വാതിൽ ഇങ്ങോട്ടിരിക്കുന്നത് കൊണ്ടാണോ, ജനൽ ഇങ്ങോട്ടിരിക്കുന്നത് കൊണ്ടാണോ, ബാത്റൂം അവിടെ പോയത് കൊണ്ടാണോ, അടുക്കള ഇവിടെ ആയതുകൊണ്ടാണോ? ഇതാ നിന്റെ സംശയം. നീ കൊത്തുവാള എടുക്കാനുള്ള കാരണം, നിന്റെ ജീവിതം ഇങ്ങനെ സങ്കടത്തിലാകാനുള്ള കാരണം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എടാ നല്ല കച്ചവടം ഉണ്ടായിരുന്നു നിനക്ക്, ഇപ്പം കച്ചവടം ഉണ്ടോ? ഇല്ല. നല്ല ബിസിനസ് ആയിരുന്നു, സാമ്പത്തികമായി തകർന്നു. നീ തന്നെ പറയുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, നീ തന്നെ പറയാ സമ്പത്തുണ്ട്, കേറിക്കിടക്കാൻ വീടുണ്ട്, കാറുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അള്ളാഹു നിനക്കെല്ലാം തന്നിട്ടുണ്ട്. എന്നിട്ട് നീ പറയുന്നു മരിക്കാൻ തോന്നുന്നു ഉസ്താദെ. ഇരിക്കണ താത്താമാർ ഇപ്പൊ തന്നെ കോടീശ്വരിമാരാ. എത്ര ലക്ഷത്തിന്റെ സ്വർണം ഇപ്പൊ തന്നെ ശരീരത്തിൽ ഇട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പെങ്ങളെ ധരിക്കാനുണ്ട്, എല്ലാം നിനക്കുണ്ട്. നീ ചിന്തിച്ചു നോക്കിയേ, നിനക്ക് തോന്നാറില്ല ജീവിതം അവസാനിപ്പിക്കാൻ? എന്തേ അതിന്റെ കാരണം? എന്തേ അതിന്റെ കാരണം? അള്ളാഹു പറയുകയാണ്, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാതെ വന്നപ്പോ അല്ലാഹു തകർത്തതാടോ, അല്ലാഹു തകർത്തതാടോ. നിന്റെ കച്ചവടം അല്ലാഹു തകർത്തതാണ്, നിന്റെ ലാഭം അല്ലാഹു നഷ്ടപ്പെടുത്തിയതാണ്. കാരണം നീ ഖുർആനിനെ പരിഗണിച്ചില്ല. അല്ലാഹു തകർത്തടോ. സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി പടച്ചവനെ എത്രയോ സമ്പത്തുണ്ടായിരുന്ന നീ, ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്ന നീ, ഇന്ന് നീ തന്നെ പറയുന്നു മരിച്ചാ മതിയെന്ന്. എവിടെ എത്തിയടോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ നീയൊക്കെ മറന്നപ്പോ, അതൊക്കെ അലമാരിയുടെ മുകളിൽ പൊടിയടിക്കുന്നത് അവസ്ഥയിൽ അല്ലാഹുവിന്റെ ഖുർആനിനെ നീയൊക്കെ മാറ്റിവെച്ചപ്പോ അല്ലാഹു സാമ്പത്തികമായി തകർത്തില്ലേ? അല്ലാഹു കച്ചവടം മുഴുവനും തകർത്തില്ലേ? മെഴുകുതിരി ഒരുകുന്നത് പോലെ ഉരുകുകയല്ലേ? അല്ലാഹു തന്ന ശിക്ഷയാ സഹോദരാ, അല്ലാഹു തന്ന ശിക്ഷയാണ്. ഉരുക്കുമടാ നിന്നെ. അല്ലാഹു സന്തോഷമുള്ള ജീവിതം തരൂല. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ. നിന്നെ സാമ്പത്തികമായി തകർക്കുകയാണ്, നിന്റെ കച്ചവടം തകർക്കുകയാണ്, ബർക്കത്ത് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇത് ദുനിയാവിൽ അല്ലാഹു തരുന്ന ശിക്ഷയാ, ഇത് ദുനിയാവിൽ അല്ലാഹു തരുന്ന ശിക്ഷയാ. ഇനി പടച്ചവനെ മരണത്തിന് ശേഷമുള്ള ശിക്ഷ എന്താ? നിന്നെ കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, നല്ല രീതിയിൽ പള്ളിയിൽ കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞു, 6 അടി മണ്ണിലേക്ക് നിന്റെ ജനാസ ഇറക്കി വെക്കുകയാ. നിന്നെ നല്ലതുപോലെ കുളിപ്പിച്ചു കൊണ്ടുപോയി ഖബറടക്കി, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് നീ എഴുന്നേറ്റ് വരുമ്പോ ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ. കണ്ണ് കാണുന്നില്ല, നാളെ കണ്ണ് കാണാത്തവനെ പോലെ, ചെവി കേൾക്കാത്തവനെ പോലെ നീ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരികയാണ്. കണ്ണ് കാണൂല, ചെവി കേൾക്കൂല, അന്ധനെ പോലെ എഴുന്നേറ്റ് വരികയാണ്. നീ തന്നെ റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, അല്ലാഹുവേ, ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ. ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലിക അൽയൗമ തുൻസാ. അല്ലാഹുവേ, ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തിനേക്ക് കണ്ണ് കാണുമായിരുന്നു, ചെവി കേൾക്കുമായിരുന്നു. ഇന്നെന്തു പറ്റി പടച്ചവന്? കണ്ണ് കാണുന്നില്ല പടച്ചവന്, ചെവി കേൾക്കുന്നില്ല പടച്ചവന്. അല്ലാഹുവേ, എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോ
അല്ലാഹു പറയുന്നു, നീ അഭിനയിച്ചവനല്ലേ പെങ്ങളെ. നിനക്ക് അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഈ പഠിക്കുന്ന 10-30ഓളം വരുന്ന ആൺകുട്ടികൾ, 35 ആൺകുട്ടികൾ, 10-20ഓളം പെൺകുട്ടികൾ വാടക റൂമിനകത്ത് കിടക്കുന്നു, പള്ളികട മുകളിൽ കിടക്കുന്നു. പെങ്ങളെ, ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം ധരിച്ചു കൊണ്ടിരിക്കുന്ന നിന്നോട് അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തോതിയിട്ട് ആ മക്കൾക്കൊരു തലചായ്ക്കാൻ ഒരു ചാക്ക് സിമന്റിന്റെ പൈസ കൊടുക്കാൻ പറഞ്ഞപ്പോ കാണാത്തവളെ പോലെ അഭിനയിച്ചവളല്ലേ, കേൾക്കാത്തവനെ പോലെ അഭിനയിച്ചവളല്ലേ. എന്റെ സഹോദരാ, കണ്ണിന്റെ മുമ്പിൽ ഒരുപാട് റബ്ബ് കാണിച്ചു തന്നടോ. ഖുർആനിന്റെ ആയത്തോതിയിട്ട് നിങ്ങളോട് പറഞ്ഞു, പള്ളിക്ക് കൊടുക്കാൻ, പാവങ്ങൾക്ക് കൊടുക്കാൻ, രോഗികൾക്ക് കൊടുക്കാൻ, യതീമീങ്ങൾക്ക് കൊടുക്കാൻ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് കൊടുക്കാൻ. പൊട്ടം കളിച്ചില്ലേ, അഭിനയിച്ചില്ലേ, കാണാത്തതുപോലെ നടന്നില്ലേ. അല്ലാഹു അതുപോലെ തന്നെ ആക്കി കളയും പെങ്ങള്. ചെവി കേൾക്കാത്തവനെ പോലെ, കണ്ണ് കാണാത്തവനെ പോലെ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നാണം കെട്ട അവസ്ഥയിൽ അല്ലാഹു കൊണ്ടുവരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, കളിക്കല്ലേ ഖുർആനിനോട്, നിസ്സാരമായി കാണല്ലേ ഖുർആൻ. ആ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ആ കലാമിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാതെ വന്നപ്പോ ജീവിതം തന്നെ മാറിയില്ലേ, ജീവിതം തന്നെ മാറിയില്ലേ. കോടിക്കണക്കിന് രൂപ കൊടുത്തു കൊട്ടാരം പണിതു, AC റൂമുണ്ട്, സഞ്ചരിക്കാൻ വാഹനമുണ്ട്, കൂടെ കിടക്കാൻ ഭാര്യയുണ്ട്, കണ്ണിന് കുളിർമയാകാൻ 5-6 മക്കളുണ്ട്, ജോലി ചെയ്യാൻ വേലക്കാരുണ്ട്. അല്ലാഹു എല്ലാം നിനക്ക് തന്നിട്ട് സമാധാനം മാത്രം റബ്ബ് തന്നില്ലെന്ന് സങ്കടം പറയുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, വഅദ് കേൾക്കാമെന്ന ഉമ്മയോട് ചോദിക്കുകയാ, ഉമ്മ ജീവിതം ഇങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ, ഉസ്താദേ തിന്നാനുണ്ട്, ധരിക്കാനുണ്ട്, കിടക്കാനുണ്ട്, അല്ലാഹു എല്ലാം തന്നിട്ടുണ്ട്. വാഹനമുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, എല്ലാം അല്ലാഹു തന്നു. പക്ഷേ സമാധാനമില്ല ഉസ്താദ്. മക്കളെ ഓർത്തിട്ടാണ്, മക്കളെ ഓർത്തിട്ടാ ഞാൻ ജീവിക്കുന്നത്. ആത്മഹത്യ ചെയ്യാത്തത് നരകത്തിലായി പോകുമെന്നുള്ള പേടി കൊണ്ടാ ഉസ്താദ് എന്ന് സങ്കടം പറയുന്ന മുസ്ലിമേ, എന്തേ അതിന്റെ കാരണമെന്ത്? എന്താണ് നിനക്ക് പറ്റിയത്? ഈ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തോന്നുന്ന ചില സമയമുണ്ടോ? എന്തേ അതിന്റെ കാരണമെന്താ? രോഗമറിഞ്ഞ് ചികിത്സിക്കടോ. തലവേദന ഉണ്ടാകുന്നുണ്ട്, തലവേദന ഉണ്ടാകുന്നുണ്ട്. എപ്പോഴും മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് വേദനയുടെ ഗുളിക കഴിച്ചാ അല്പസമയത്തേക്ക് ശമനമുള്ളൂ, വീണ്ടും അത് വരികയാണ്. എന്നാൽ അടിസ്ഥാനപരമായി എന്താണ് വേദനയുടെ കാരണമെന്ന് രോഗം കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ അത് മാറും സഹോദരാ. അതുകൊണ്ട് നിന്റെ വിഷയം എന്താണെന്ന് നീ പരിശോധിക്ക്. മനസ്സിലാക്കേണ്ട എന്താ ഉസ്താദെ, ഇഷ്ടം പോലെ പൈസ ഉണ്ട്, അവിടെ ഇവിടെ ഒക്കെ ബിസിനസ്സാ, 2 നില വീട്, കാറ്, ഭാര്യ, മക്കള്, അല്ല എനിക്ക് എല്ലാം തന്നു ഉസ്താദെ, സമാധാനം മാത്രം കിട്ടുന്നില്ല. നോക്കിയേ, സ്വർണം എത്ര പവനുണ്ട് ഇല്ലേ? അള്ളാഹു നിനക്കെല്ലാം തന്നു, സമാധാനം കിട്ടുന്നില്ല. എന്തേ അതിന്റെ കാരണം? എടാ, ഇന്ന് വീടിന്റെ അകത്ത് കയറിയ ഭാര്യയും ഭർത്താവും തമ്മിൽ കീരിയും പാമ്പിനെ പോലെ കടിച്ചു കീറുക, സമാധാനമില്ല വീട്ടില്, തിന്നിട്ട് വയറ് നിറയുന്നില്ല. കൂടപ്പറപ്പുകൾ, ഒരു ഉമ്മാടെ വയറ്റിൽ കിടന്ന കൂടപ്പറപ്പുകൾ യുദ്ധം ചെയ്യുന്ന കാലം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മുടെ വീടിന്റെ അവസ്ഥയാ. എടോ, വീടെന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് സബ് ജൂനിയർ വിഭാഗം എല്ലാം നല്ല വഴുതു പറയുക. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറഞ്ഞോ? ആമീൻ പറഞ്ഞോ? എപ്പോഴാ കോടാലി എടുത്തുകൊണ്ട് വരുന്നതെന്ന് അറിയത്തില്ല, അതാ ആമീൻ പറയാൻ പറഞ്ഞേ.
ഇന്നത്തെ മക്കൾക്കൊക്കെ ഉമ്മമാരോട് വല്ലാത്ത സ്നേഹം. ഇപ്പൊ ഉമ്മാനെയാണ് കൂടുതലും കൊല്ലുന്നത്. സൂക്ഷിച്ചു എല്ലാണോ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ, എടോ, ഇന്ന് മനുഷ്യനില്ലാത്ത ഒരു അമൂല്യമായ നിധി സമാധാനമില്ല. നമുക്ക് തന്നെ തോന്നുന്നു ജീവിതം അവസാനിപ്പിക്കാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ, ഖുർആൻ പറഞ്ഞ എന്തെന്നറിയോ? സമാധാനം കിട്ടാനുള്ള 4 വഴികൾ ഖുർആൻ പറയുന്നു. ഒരാൾക്ക് സമാധാനം കിട്ടാനുള്ള 4 വഴികളിൽ ഒന്ന്, സമാധാനം വേണമെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. സമാധാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? നിങ്ങളെന്താ ചിരിക്കണേ? നിങ്ങൾ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നു. സിറാജ, കല്യാണം കഴിച്ച സമാധാനം കിട്ടുമോ? സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വിവാഹം കഴിച്ച സമാധാനം കിട്ടും. അള്ളാഹു നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഉണ്ടോ? എങ്ങനെ നടന്നതാ സിറാജ ഞാൻ? പടച്ചവനെ, പറന്ന് നടന്ന ഞാൻ. എന്ന് കല്യാണം കഴിച്ചോ അന്നത്തോടുകൂടി എൻ്റെ സമാധാനം പോയെന്ന ആ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഇവിടെ ഖുർആൻ പറഞ്ഞ് വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടും. ആ സമാധാനം ഇല്ലെങ്കിൽ നിന്റെ പോരായ്മയാണ്. ഖുർആൻ പറയുന്ന ഒരിക്കലും തെറ്റൂല. അള്ളാഹു നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ. 2, ഒരു മനുഷ്യന്റെ വീട് ഒരു മനുഷ്യന് സമാധാനം കൊടുക്കും. നീ ഊട്ടി പോയാലും കൊടൈക്കനാലിൽ പോയാലും മൈസൂർ പോയാലും ഗോവയിൽ പോയാലും അമേരിക്കയ്ക്ക് പോയാലും എവിടെ പോയാലും നീ പറയുന്നത് എന്തേ? വീടെത്തിയാൽ മതിയായിരുന്നു പടച്ചവനെ. തിരിച്ച് വീടെത്തിയാൽ മതി. കാരണം എന്തേ? വീട്ടിൽ വന്നാൽ സമാധാനം കിട്ടും. എന്നാൽ ഇന്ന് നിന്റെ വീട്ടിൽ സമാധാനമുണ്ടോ? ഇല്ല. ഇന്ന് അങ്ങോട്ട് ചെല്ലാൻ തന്നെ ആകെ പ്രശ്നമാണ്. നമ്മുടെ വീടുകളിൽ നിന്ന് സമാധാനമില്ല. ആ സമാധാനം കിട്ടാത്തതിൻ്റെ കാരണം ആരും സിഹ്ർ ചെയ്തൊന്നുമല്ല. സിഹ്ർ ചെയ്യുന്നവരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിനക്കൊരു 101 രൂപയുടെ പണിയേ ഉള്ളൂ. ഒരു വെറ്റിലയും ഒരു മുട്ടയും മതി. നീ ചെയ്തിട്ടങ്ങ് പോകും. അനുഭവിക്കുന്നവനെ അവൻ എൻ്റെ പ്രയാസം അറിയൂ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിലെ പ്രശ്നം എന്താ? ഞാൻ പറഞ്ഞു തരാം. നിന്റെ വീടിൻ്റെ അകത്ത് സമാധാനവും സന്തോഷവും ഇല്ലാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം നിന്റെ വീടിൻ്റെ അകത്ത് ഒരു കണ്ണുനീര് വീഴുന്നുണ്ടതാണ്. നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ഒരു കണ്ണുനീര് വീഴുന്നുണ്ട്. ആ കണ്ണുനീര് തുടച്ചാൽ മതി, പ്രശ്നം മാറും. നിന്റെ വീടിൻ്റെ അകത്ത് വീഴുന്ന കണ്ണുനീര് തുടയ്ക്കാൻ നീ തയ്യാറായാൽ ഇന്നത്തെ രാത്രി മുതൽ നിന്റെ വീട്ടിലെ ജീവിതം മാറും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ആരാ കരയുന്നതാരാ? നബിതങ്ങള് പറഞ്ഞല്ലോ, 5 കാര്യങ്ങൾ ഭൂമിയിലിരുന്ന് കരയുമെന്നാണ്. 5 കാര്യങ്ങൾ ഭൂമിയിലിരുന്ന് തേങ്ങുകയാണ്. ഒന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ പള്ളിയാ. പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലാതെ വന്ന പള്ളി കരയുമടോ, പള്ളി കരയുമടോ. പള്ളി കരഞ്ഞാൻ നാട്ടുകാരറിയുമടോ. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കരിക്കാൻ ആളില്ലാതെ വരുമ്പോ പള്ളി തേങ്ങുകയാണ്. പള്ളി തേങ്ങിയാൽ നാട്ടുകാരറിയുകയാണ്. പെങ്ങളെ, രണ്ടാമത് കരയുന്നത് ഖുർആനാ. നിന്റെയൊക്കെ വീടിന്റെ അകത്ത് ഖുർആൻ ഇരിക്കുന്നുണ്ട്. ആ ഖുർആൻ നീയൊന്ന് തൊടാതെ വരുമ്പോ, ആ ഖുർആൻ എടുത്തൊന്ന് പാരായണം ചെയ്യാതെ വരുമ്പോ, ആ ഖുർആൻ നിന്റെ വീടിന്റെ അകത്തിരുന്ന് കരയുകയാ. ആ കണ്ണുനീര് വീണാൽ എങ്ങനെയാ സമാധാനം കിട്ടുക? ആ കണ്ണുനീര് വീണാൽ എങ്ങനെയാ ബർക്കത്തുണ്ടാവുക? എങ്ങനെയാണ് നിന്റെ വീട്ടിൽ സന്തോഷമുണ്ടാവുക? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. വീട്ടുകാര് തൊടുന്നില്ലടോ, വീട്ടുകാര് പാരായണം ചെയ്യുന്നില്ലടോ, അതിന്റെ മുകളിലിരിക്കുന്ന പൊടി പോലും ഒന്ന് തുടയ്ക്കുന്നില്ലടോ. വയത് കേൾക്കാമെന്ന സഹോദരിമാരോട് ചോദിക്കട്ടെ, കൊട്ടാരം പോലെ പടുതിരിക്കുന്ന വീടിന്റെ അകത്ത് സമാധാനമില്ല. എന്നാ നീ ജനിച്ച കുടിനെ കുറിച്ചൊന്ന് ചിന്തിക്ക്. നമ്മളൊക്കെ ജനിച്ച ഒരു വീടുണ്ടല്ലോ, നമ്മുടെ തറവാടുണ്ടല്ലോ. ആ തറവാട് കോടികൾ കൊടുത്ത് ചെലവഴിച്ച് വെച്ച വീടല്ല പടച്ചവനെ. ആ പഴയ ഓല ഷെഡ്, ആ ഓടിട്ട വീട്, ആ ചെറിയ വീട്, ആ വീടിന്റെ അകത്ത് സമാധാനമുണ്ടായിരുന്നു. അല്ലാഹുവേ, കഴിക്കാൻ ഭക്ഷണമില്ല, മന്തിയില്ല, ബിരിയാണിയില്ല, ചിക്കനില്ല, കഞ്ഞിയും പയറും ചോറും ചമ്മന്തിയുമാണെങ്കിലും കടിച്ച വയറ് നിറയുമായിരുന്നു. കൂടപ്പിറപ്പുകൾ തമ്മിൽ സ്നേഹമുണ്ടായിരുന്നു. വാപ്പയും ഉമ്മയും തമ്മിൽ സ്നേഹമായിരുന്നു.
ഐശ്വര്യമായിരുന്നു, വല്ലാത്ത സന്തോഷമായിരുന്നു. ഇന്നും ആ വീടിന്റെ അകത്ത് പോയി കിടന്നാൽ ഒരു സമാധാനമാ, സന്തോഷമാ. എന്തേ അതിന്റെ കാരണമെന്നറിയോ? നീ കോടികൾ ചെലവഴിച്ചു പണിത കൊട്ടാരത്തിൽ കിട്ടാത്ത സന്തോഷം ആ കുടിലിനകത്ത് എങ്ങനെ വന്നെന്നറിയോ? അല്ലെങ്കിൽ കുടുംബ വീട്ടിൽ താമസിക്കുന്നവരോട് ചോദിക്കടോ. കുടുംബ വീടിനൊരു ബർക്കത്താ, കുടുംബ വീടിനൊരു ബർക്കത്താ. ആ ബർക്കത്തിന്റെ കാരണമെന്തെന്നറിയോ? നിന്റെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ, നിന്റെ വീടും ആ കുടുംബ വീടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ പഴയ വീട്ടില് നമ്മുടെ ഉമ്മ, അല്ലാ, മരണപ്പെട്ട ഉമ്മമാർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഉമ്മമാര് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. നമ്മുടെ ഉമ്മമാരുണ്ടല്ലോ, മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഒളുവെടുത്തിട്ട് നിസ്കാരപ്പായിൽ വരികയാണ്. എന്നിട്ട് അവിടെ ഇരുന്ന് കൊണ്ട് പറയും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അത് കേൾക്കാൻ എന്ത് രസമാണെന്നറിയോ? എന്തൊരു മനോഹരമായ രീതിയിൽ നമ്മുടെ ഉമ്മമാര് മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് നിസ്കാരപ്പായിലിരുന്നിട്ട് ദിക്ർ പറയുകയാണ്. അപ്പോഴാണ് ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് മഗ്രിബ് ബാങ്ക് വിളിക്കുന്നത്. ഉമ്മ എഴുന്നേൽക്കുകയാണ്, മഗ്രിബിന്റെ ഫർദ് നിസ്കരിക്കുകയാണ്, അവിടെ നിന്ന് സുന്നത്തുകൾ നിസ്കരിക്കുകയാണ്. എല്ലാ നമസ്കാരവും കഴിയുമ്പോ ഉമ്മ എഴുന്നേറ്റ് ഓടാറില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുക്കുകയാ. ആ ഖുർആൻ എടുത്തിട്ട് ഉമ്മയാ ഇരിപ്പിലിരുന്ന് കൊണ്ട് പാരായണം ചെയ്യുകയാണ്. സൂറത്തുൽ വാഖിഅ, സൂറത്തുർ റഹ്മാൻ, സൂറത്തുൽ മുൽക്ക്, സൂറത്തു സജദ, സൂറത്തു യാസീൻ. മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില് നമ്മുടെ ഉമ്മമാര് 5 സൂറത്തുകൾ പാരായണം ചെയ്യുമായിരുന്നു. ഏതാണെന്നറിയോ? ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബാ. മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില് നമ്മുടെ ഉമ്മയത് ഓതുമായിരുന്നു. ആ സൂറത്ത് ഓതിയാ കിട്ടുന്ന പ്രതിഫലം അറിയുവോ? പെങ്ങളെ, കൂലിപ്പണി ചെയ്ത് ജീവിച്ച നിന്റെ വാപ്പാ, പാവപ്പെട്ടവനായ നിന്റെ വാപ്പാ എങ്ങനെയാ പടച്ചവനെ നിന്നെ വിവാഹം കഴിച്ചു കൊടുത്തത്? നിനക്കെല്ലാം തന്നുകൊണ്ട് 1 2 3 അല്ലാഹു തന്ന പെൺമക്കളെ മുഴുവനും നല്ല നിലയിൽ വാപ്പ വിവാഹം കഴിച്ചു കൊടുത്തത് പിരിവെടുത്തിട്ടല്ല, പലിശക്കെടുത്തിട്ടല്ല, ലോൺ എടുത്തിട്ടല്ല, പണയം വെച്ചിട്ടല്ല. നിന്റെ വാപ്പ ഒരുത്തന്റെ മുമ്പിലും കൈനീട്ടാതെ അല്ലാഹുവേ പട്ടിണിക്കിട്ടിട്ടില്ലല്ലോ. നിന്നെയൊക്കെ നല്ലതുപോലെ വളർത്തിയല്ലോ. അതിന്റെ കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ നമ്മുടെ വാപ്പ നമ്മൾ അലിച്ചേക്ക് ഈ പെങ്ങന്മാരെയൊക്കെ എങ്ങനെയാ കെട്ടിച്ച്? പിരിവെടുത്തിട്ടാ, പണയം ലോൺ എടുത്തിട്ടാ, പലിശക്ക് എടുത്തിട്ടല്ല. വീട്ടിൽ മരമൊന്നുമില്ലായിരുന്നു. നമ്മുടെ വാപ്പ മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടു. അൽഹംദുലില്ലാ, സന്തോഷം, സമാധാനം, ദാരിദ്ര്യമില്ലായിരുന്നു വീട്ടിൽ. അതിന്റെ കാരണം സൂറത്തുൽ വാഖിഅ ഏത് വീട്ടിൽ പാരായണം ചെയ്യുന്നുണ്ടോ ആ വീട്ടിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ.